ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ട്, രേവതി ഞാൻ ഈ ഡ്രസ്സെങ്കിലും ഒന്ന് മാറി വന്ന് കിടക്കട്ടെ, എനിക്ക് ഈ കോട്ടൊക്കെ ഇട്ട് കിടന്ന് ഉറക്കം വരില്ല എന്ന് പറയുമ്പോൾ രേവതി സമ്മതിക്കുന്നില്ല. രേവതി പറയും, സച്ചിയേട്ടൻ ഒന്നും മാറണ്ട, ഇവിടെ തന്നെ കിടന്നാൽ മതി, ഇങ്ങനെ തന്നെ കിടന്നാൽ മതി. കുടിച്ചു കഴിഞ്ഞാൽ സച്ചിയേട്ടൻ സാധാരണ നല്ലതുപോലെ ഉറങ്ങാറുണ്ട്, അതുപോലെ അങ്ങനെ ഉറങ്ങിക്കോ എന്ന് പറയുമ്പോൾ സച്ചി പറയും, രേവതി അത് ഞാൻ നമ്മുടെ നാട്ടിലെ സാധനം അടിച്ചാലോ അങ്ങനെ കിടന്നുറങ്ങുന്നത്, ഇത് ഫോറിൻ സാധനങ്ങളല്ലേ, എനിക്കൊന്നും ആയില്ല ഇത് അടിച്ചിട്ട്. രേവതി ഒന്നും മൈൻഡ് ചെയ്യാതെ അകത്തോട്ട് കയറി പോകാൻ പോകുമ്പോഴേക്കും സച്ചി കൈ പിടിച്ച് വിളിക്കുന്നുണ്ട്, രേവതി പോവല്ലേ, എനിക്ക് ബോറടിക്കുന്നു രേവതി, ഉറക്കം വരുന്നില്ല, നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാനും പറഞ്ഞിട്ട് രേവതിയുടെ കവളിൽ ഇങ്ങനെ പിച്ച് പിച്ച് കൊണ്ടിരിക്കുവേ. അത് കാണുമ്പോഴേക്കും രേവതിക്ക് ചിരി വരുവാണ്, രേവതിയുടെ ദേഷ്യമൊക്കെ പോകുന്നുണ്ട്. സംസാരിക്കാം എന്ന പേരും പറഞ്ഞിട്ട് സച്ചേട്ടൻ ഇപ്പം അകത്തോട്ട് കയറാനല്ലേ എന്ന് രേവതി ചോദിക്കുമ്പോഴേക്കും, ഏയ് ഞാനൊരു ജെന്റിൽമാനാ, എൻ്റെ അച്ഛൻ പറഞ്ഞ വാക്ക് ഞാൻ ധിക്കരിക്കത്തില്ല, നീ പടികടന്ന് ഇങ്ങോട്ടേക്കും വരണ്ട, ഞാൻ പടികടന്ന് അങ്ങോട്ടേക്കും വരില്ല, നമുക്ക് രണ്ടുപേർക്കും ഈ വാതുക്കലിരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ പിടിച്ചിരുത്തുവാണ്. അപ്പോഴും രേവതി പറയുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നു സച്ചിയേട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, നിൻ്റെ ഉറക്കം മാറാൻ വേണ്ടി ഞാനൊരു പാട്ട് പാടാമെന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ പാട്ടൊക്കെ പാടുവാണേ. അപ്പോൾ രേവതി പറയും, എന്താ സച്ചിയേട്ടാ ഇത്, എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുക, സച്ചേട്ടൻ അവരുടെ ഉറക്കമൊക്കെ കളയുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിയുടെ വായ ഇങ്ങനെ മൂടിപ്പിടിച്ച് നിൽക്കുവാണ് രേവതി. അങ്ങനെ സമയം ഒരുപാട് കഴിയുവാണ്. ഈ ടൈമിൽ ശ്രുതി മുറിയിലിരുന്നിട്ട്, ഏതായാലും ഇപ്പോൾ എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുമായിരിക്കും, പോയി ശ്രുതിയുടെ പോക്കറ്റിൽ നിന്ന് ആ ഫോൺ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഡോറ് തുറന്ന് പുറത്തോട്ട് പോകുമ്പോഴേക്കും സച്ചിൻ രേവതി അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നത് കാണുവാണേ. ഇത് കാണുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരും, ഇവർക്കെന്താ ഉറക്കമില്ലേ, പാതിരാത്രി ആയല്ലോ, പോയി കിടന്നുറങ്ങിക്കൂടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുവാണേ അവിടെ. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് രേവതിയോട്, രേവതി ഞാൻ എന്തിനാ കുടിച്ചതെന്ന് നീ ചോദിക്ക് രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയാം, അതെന്ത് ചോദിക്കാനാ, കയ്യിൽ കാശുണ്ടോ ഇല്ലയോ അതൊന്നും പ്രധാനമല്ല, കുടിക്കാനായിട്ട് എല്ലാവർക്കും ഓരോ കാരണം ഉണ്ടാവും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടാണ് ഒരാൾ കുടിക്കുന്നതെങ്കിൽ കുറച്ചൊക്കെ കുടിക്കട്ടുള്ളൂ, കാരണമില്ലാതെ ഒരാൾ കുടിക്കുവാണെങ്കിൽ അയാൾ എന്തായാലും കുടിയനായിട്ട് മാറും എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. രേവതിക്കൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. സച്ചി ഇങ്ങനെ പിച്ചുമ്പയും വായൊക്കെ കുഴഞ്ഞിട്ടുള്ള ഓരോ വർത്താനമൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്. ശ്രുതിക്ക് ഇത് കാണുമ്പോഴേക്കും ഭ്രാന്ത് പിടിക്കുവാണ്. ഡോർ ലോക്ക് ചെയ്തിട്ട് ശ്രുതി വീണ്ടും മുറി തന്നെ പോയിരിക്കുവാണ്. രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ ഇന്ന് കുടിക്കാനുള്ള കാരണം എന്താണെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എനിക്കൊരു കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു രേവതി, അത് ഓർത്തിട്ടാ ഞാൻ കുടിച്ചെന്നൊക്കെ പറയുവാണ്. അപ്പോൾ രേവതി ചോദിക്കും, അതെന്താ അങ്ങനത്തെ ഒരു കാര്യം, ഇത്രയും സന്തോഷം തോന്നാൻ എന്ത് കാര്യമാണെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി നമ്മുടെ സുധീനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ്. സുധിയാണെങ്കിൽ അവിടെ ഇങ്ങനെ ബോധമില്ലാതെ കിടക്കുവാണ്. ദേ ഈ ഓട്ടക്കാരൻ, ഇവൻ കാരണം എനിക്കിന്ന് ഭയങ്കര സന്തോഷമാണ്, ചെറുപ്പം മുതലേ ഇവൻ പറഞ്ഞു നടക്കുന്നുണ്ട്, നാളെ ഞാൻ നല്ലൊരു ബിസിനസ്മാൻ ആവും നീ എപ്പോഴും പറയും, പക്ഷെ അവൻ എവിടെ എത്തിയില്ല, അഭിലാഷ് സാറ് കാരണം അവൻ നാളെ തൊട്ടൊരു വലിയ ബിസിനസ്മാൻ ആവാൻ പോവാ രേവതി എന്ന് ഭയങ്കര സന്തോഷത്തിൽ പറയുവാണ് സച്ചി. നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ ബിസിനസ്മാൻ, അവൻ പറഞ്ഞതുപോലെ തന്നെ അവൻ ഉയരങ്ങളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക രേവതി എന്ന് പറഞ്ഞിട്ട് സച്ചി ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണേ. പക്ഷേ ഇവൻ എൻ്റെ പൈസ എടുത്തോണ്ട് ഓടിപ്പോയി, അതുമാത്രമല്ല ഇവൻ്റെ ഭാര്യ ആ പാളറിട്ടത്തി നിനക്കൊരു വില പോലും തരാറില്ല, പക്ഷേ ഇവർക്കൊക്കെ വേണ്ടി എൻ്റെ രേവതി ഇന്ന് ആ വേഷം കെട്ടി അഭിനയിച്ചു, മനസ്സിലൊരു കളങ്കവും ഇല്ലാത്ത ഒരു ദുഷിച്ച ചിന്തകളുമില്ലാത്തൊരു ഭാര്യയാണ് എനിക്ക് കിട്ടിയത്, എൻ്റെ ഭാര്യ ഒരു ഗോൾഡാണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് ഒരുപാട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് സച്ചി. ഇതുപോലൊരു ഭാര്യയെ വേറെ ആർക്കും കിട്ടത്തില്ല രേവതിയെ, അതോർക്കുമ്പോൾ എനിക്ക് അതിനേക്കാളേറെ സന്തോഷമുണ്ട്, അതുകൊണ്ടാണ് രേവതി ഞാനിന്ന് കുടിച്ചതെന്നൊക്കെ പറയുവാണ് സച്ചി. നിന്നെ വിഷമിപ്പിക്കുന്നവർക്ക് പോലും നല്ലത് വരാനേ നീ ആഗ്രഹിച്ചിട്ടുള്ളൂ, നിന്റെ മനസ്സ് വേറെ ഒരാൾക്കും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് സച്ചി ഭയങ്കരമായിട്ട് കരയുവാണ്. എനിക്കും ഇതുപോലൊരു ഭർത്താവിനെ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്ന് രേവതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി നീ ഇത് അവിടെ നിന്നേ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കും ഞാൻ 2 ഗ്ലാസ് ഒഴിച്ചു തന്നാനായിരുന്നല്ലോ എന്നൊക്കെ പറയുവാണേ. ഇത് കേൾക്കുമ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവാണ്. ചിരിച്ചുകൊണ്ടൊരു സച്ചിയെ ഒരുപാട് ഇടിക്കുന്നൊക്കെ ഉണ്ട് രേവതി. സച്ചി പറയുന്നുണ്ട്, രേവതി ഇന്ന് നിന്നെ കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടൻ ഇപ്പോൾ കുടിച്ചിരിക്കുകയല്ലേ അതുകൊണ്ട് അങ്ങനെ പലതും തോന്നും എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇല്ല രേവതി, ഇത് പാലറേട്ടത്തെയും ആ വർഷം എത്ര വലിയ പണക്കാരികളാണ്, പക്ഷെ അവരൊന്നും നിൻ്റെ മുമ്പിലൊന്നും അല്ലായിരുന്നു, ഇന്നത്തെ പാർട്ടിയിൽ തിളങ്ങി നിന്നത് നീയായിരുന്നു, എന്ത് ഭംഗിയായിരുന്നു, നല്ല ഭംഗിയായിരുന്നു രേവതി എന്നൊക്കെ പറഞ്ഞ് രേവതി ഒരുപാട് പുകഴ്ത്തുന്നുണ്ടേ സച്ചി. രേവതി ചോദിക്കുന്നുണ്ട്, സച്ചേട്ടൻ ഇതൊക്കെ ശരിക്കും പറയുവാണോ? അപ്പോൾ സച്ചി പറയും, പിന്നെ അല്ലാതെ മേക്കപ്പ് ഇല്ലാതെ നീ സുന്ദരിയാ, ഇപ്പോഴും സുന്ദരിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, സച്ചേട്ടനും ഇന്ന് അടിപൊളിയായിരുന്നു, ഈ കോട്ട് സൂട്ടും ഇട്ട് ഞാൻ സച്ചേട്ടനെ കണ്ടിട്ടേ ഇല്ലല്ലോ, ഇതൊക്കെ ഇട്ടപ്പോൾ സച്ചേട്ടൻ എന്താ ഒരു സിനിമാ നടനെ പോലെ ഉണ്ടായിരുന്നു, അത്രയും ഭംഗിയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് നാണം വരുവാണ്. സച്ചി ചിരിക്കുന്നൊക്കെ ഉണ്ട്. ശ്രുതി ഈ ടൈമിൽ വീണ്ടും ഡോർ തുറന്ന് നോക്കുവാണ് ഇവർ ഉറങ്ങിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ വീണ്ടും ഇവർ വർത്താനം പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ശ്രുതിക്ക് വീണ്ടും ഭ്രാന്ത് കയറുവാണ്. മുറിയിലോട്ട് തന്നെ ഓടിപ്പോകുന്നുണ്ട് ശ്രുതി.
ഈ സച്ചിക്കൊന്നും എന്താ ഉറക്കവും ഇല്ലേ? ഇന്ന് രാത്രി മുഴുവൻ ഈ സച്ചി ഇങ്ങനെ തന്നെ ഇരിക്കും തോന്നുന്നു. ഞാൻ ഉറങ്ങിയാലും അവരുറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഭയങ്കരമായിട്ട് ടെൻഷനാവുകയാണ്. അപ്പോഴേക്കും മീര ശ്രുതിയുടെ ഫോണിൽ വിളിച്ച് സംസാരിക്കുവാണ്. ഫോൺ എടുത്തോടിയെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എങ്ങനെ എടുക്കാനാ? ഇത്രയും നാൾ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടാത്തതായിരുന്നു പ്രശ്നം. പക്ഷെ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എടുക്കാനും പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും മീരക്കൊന്നും മനസ്സിലാവുന്നില്ലേ? മീര ചോദിക്കും, എന്താ എന്ത് പറ്റിയെന്ന് പറയുമ്പോഴേക്കും ഫോൺ ശ്രുതിയുടെ പോക്കറ്റിലല്ലേ, ശ്രുതിയൊക്കെ പുറത്താ കിടക്കുന്നത്. പുറത്തൊന്ന് മീര ചോദിക്കുമ്പോഴേക്കും ശ്രുതി നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണേ. അങ്കിൾ ഇന്ന് കുടിച്ചു വന്നതുകൊണ്ട് അവരെ പുറത്ത് തന്നെ കിടത്തി. അങ്കിളിന് ഈ പണിഷ്മെൻറ്റ് നാളെ കൊടുത്തൂടായിരുന്നു. ശ്രുതിയുടെ പോക്കറ്റിലല്ലേ ഫോണ്, അതുകൊണ്ട് എനിക്ക് എടുക്കാനും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ മീര പറയും, അതിനെന്താ, അവർ നിങ്ങളുടെ പുറത്ത് തന്നെയല്ലേ കിടക്കുന്നത്, നിനക്ക് പോയി എടുത്താൽ പോരെ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എങ്ങനെ പോയി എടുക്കാനാ, ഞാൻ ഡോർ തുറന്ന് പോയി നോക്കുന്നുണ്ട്, പക്ഷേ ആ സച്ചിക്ക് ഉറക്കമൊന്നും ഇല്ലാതെ അവിടെ കുത്തിയിരിക്കുക എന്ന് പറയുമ്പോൾ മീര പറയും, ഉറക്കമില്ലെന്നോ, ഇത്രയൊക്കെ കുടിച്ചിട്ടും സച്ചി എന്താ ഉറങ്ങാത്തേ? ഓ, സച്ചിക്ക് ഇതൊന്നും പുതിയതൊന്നും അല്ലല്ലോ, അവൻ എപ്പോഴും കുടിച്ചിട്ടൊക്കെ തന്നെയല്ലേ വരാറ്. അതും പോരാനിട്ട് ആ രേവതിയും അവിടെ കുത്തിരിപ്പുണ്ട്. രണ്ടുപേരും ഈ ബോർഡറിൽ ഇരുന്ന് റൊമാൻസ് ചെയ്യുന്ന പോലെ വാതുക്കലിരുന്ന് രണ്ടുപേരും റൊമാൻറ്റിക് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴേക്കും മീര പറയുന്നുണ്ട്, ഹോ, അവർ റൊമാൻസ് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അല്ലേ എന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് സംസാരിക്കുവാണേ മീര. അത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് ഒന്നുകൂടെ പ്രാന്ത് പിടിക്കുന്നുണ്ട്. മീരെ, എനിക്കല്ലെങ്കിൽ തന്നെ ഫോൺ എടുക്കാത്തത് കൊണ്ട് ദേഷ്യം വന്നിരിക്കുക, അതിൻ്റെ ഇടയിൽ നിൻ്റെ ഈ വർത്താനം കൂടി കേൾക്കുമ്പോൾ എനിക്ക് നല്ലോണം ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, ആ ശരി ശരി, ഇനി എപ്പോൾ ഫോൺ എടുക്കാനാ നിൻ്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു സച്ചിയും രേവതിയും ഇന്ന് ഉറങ്ങാനൊന്നും പോകുന്നില്ല, വെളുക്കുന്നവരെ അവിടെ നിന്ന് സംസാരിക്കും എന്നാ തോന്നുന്നേ. ഇനി രാവിലെ ശ്രുതിയുടെ പോക്കറ്റിൽ നിന്ന് അതെടുക്കൽ നടക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും മീര പറയും, ഓ, അപ്പോൾ അതുവരെ നിനക്കും ഉറക്കം ഉണ്ടാവൂലല്ലേ? ശ്രുതി പറയുന്നുണ്ട്, വേറെ എന്ത് ചെയ്യാനാ മീരെ, ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം, ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുവാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും രവീന്ദ്രനും രേവതിയും വന്ന് ഡോറ് തുറന്ന് നോക്കുവാണേ. നോക്കുമ്പോഴേക്കും 3 പേരും 3 സ്ഥലത്ത് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുവാണ്. രവീന്ദ്രൻ അത് കാണുമ്പോഴേക്കും പറയുന്നുണ്ട്, നോക്ക് എങ്ങനെയാണ് കിടന്ന് ഉറങ്ങുന്നതെന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേക്കടാന്ന് പറഞ്ഞിട്ട് സച്ചിനെയും ശ്രീകാന്തിനെയും വിളിക്കുവാണേ. അപ്പോൾ ഇവരാദ്യം ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ആ അച്ഛൻ എഴുന്നേറ്റോ? ഓ ശരിയെന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്നും അറിയാത്ത പോലത്തുള്ള വർത്തമാനങ്ങളൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രീകാന്ത് നോക്കുമ്പോൾ സുധി അവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. ശ്രീകാന്ത് പോയിട്ട്, സുധിയേട്ടാ എഴുന്നേക്കെന്ന് പറയുമ്പോഴേക്കും സുധി പറയും, ശ്രുതി, ഒരു 5 മിനിറ്റും കൂടി ഞാൻ ഉറങ്ങിക്കോട്ടെ? സുധിയേട്ടാ, ഞാൻ ശ്രീകാന്താന്ന് പറയുമ്പോഴേക്കും, നീ എന്താടാ എൻ്റെ ബെഡ്റൂമിലെന്ന് ചോദിക്കുമ്പോഴേക്കും, ഇത് ബെഡ്റൂം അല്ല, നമ്മൾ ഇന്നലെ രാത്രി വരാന്തയിലാണ് കിടന്നത്, ഇത് എഴുന്നേറ്റ് നോക്കുക എന്നൊക്കെ പറയുവാണേ. അപ്പോഴേക്കും ശ്രുതി പറയും, വരാന്തയിലോ, ഇതൊക്കെ എപ്പോൾ നടന്നു എന്ന് പറഞ്ഞിട്ട്, കാരണം ശ്രുതിക്ക് ഒന്നും ഓർമ്മയില്ലേ, അവിടെ ഇരുന്ന് ഓരോ പിച്ചുമ്പയൊക്കെ പറയുവാണിരുന്ന് വലിയ ബിസിനസ്മാനാണെന്ന്. എന്നിട്ട് കിടക്കുന്ന കോലം കണ്ടില്ലെന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അച്ഛൻ എന്ത് അച്ഛനാണ് അച്ഛാ, നാളെ തൊട്ട് എൻ്റെ റേഞ്ച് എന്താണെന്ന് അച്ഛൻ അറിയാവോ? ഇത്രയും വലിയ ബിസിനസ്മാനെയാ അച്ഛൻ വരാന്തയിൽ കിടത്തിയെന്നൊക്കെ സുധി ചോദിക്കുന്നുണ്ട്. ചന്ദ്ര ഓടി വരുന്നുണ്ട്. സുധി, നീ എങ്ങനെ ഉറങ്ങിയടാ രാത്രി, എങ്ങനെയുണ്ടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരുമ്പോഴേക്കും രവീന്ദ്രൻ പിടിച്ച് മാറ്റുന്നുണ്ട്. നീ ഒരുത്തിയാ സുധി ഇങ്ങനെ ആവാൻ കാരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ സുധി പറയുന്നുണ്ട്, അച്ഛാ, ഇന്നലെ രാത്രി തൊട്ട് എൻ്റെ ഇത് തന്നെ നിലവാരം തന്നെ മാറിപ്പോയി, ഇനി ദിവസം പോകും തോറും ഞാൻ ഉയർന്നുയർന്നു വരും, എന്നെ തേടി ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക അച്ഛാ, അത്രയ്ക്ക് ഞാൻ ഉയരങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ സുധി ഒറ്റയ്ക്കിരുന്ന് പറയുവാണേ. രവീന്ദ്രൻ സുധിയെ ഉപദേശിക്കുന്നുണ്ട്, സുധി, ഇതുപോലുള്ള അവസരങ്ങൾ എപ്പോഴും നമ്മളെ തേടി വരില്ല, അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ അതുപോലെ ഉപയോഗിക്കാൻ പഠിക്കണം. നീ ഇപ്പോൾ ആദ്യത്തെ ഒരു അവസരം വന്നപ്പോൾ തന്നെ കുടിക്കാൻ തുടങ്ങിയ എങ്ങനെയാടാ, അതും നിൻ്റെ അനിയന്മാരെ പോലും നീ കുടിപ്പിച്ചു, ഇത് ശരിയല്ല സുധി എന്ന് പറയുമ്പോഴേക്കും വർഷ ദേഷ്യത്തിൽ വരുന്നുണ്ടേ. അങ്കിളെ, ഒരാളെ കുടിക്കുന്നതിനെ മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം, ശ്രീകാന്തിനെ വേണ്ടെന്ന് പറഞ്ഞൂടെ, എന്തിനാ സുധിയേട്ടനെ കുറ്റം പറയുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, എൻ്റെ വർഷേ, നീ ഒന്നും മിണ്ടാതിരിക്കോ, നീ ഒന്നുകൂടെ അച്ഛൻ എരികേറ്റി കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് വർഷയെ ചീത്ത പറയുവാണേ. എടാ ശ്രീകാന്തെ, നീ മിണ്ടാതിരുന്നേന്ന് പറഞ്ഞ് രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്. സച്ചി ഇത്ര നാൾ കുടിച്ചു വരുമായിരുന്നു, ഇപ്പം കുറച്ച് നാളായിട്ട് കുടിക്കാത്തതുകൊണ്ടൊരു സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കിയപ്പോൾ എൻ്റെ 3 മക്കളും കുടിച്ചു വരുന്നു. ഈ കുടിക്കാൻ തുടങ്ങിയ അത് നിർത്താൻ ഭയങ്കര പാടാടാ, നിങ്ങൾ കുടിക്കല്ലേ, അത് നിങ്ങളെ തന്നെ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ സച്ചിയെപ്പോലെ ഡെയിലി ഒന്നും കുടിക്കുന്നില്ലല്ലോ, ഇന്നലെ ആ ബിസിനസ് മീറ്റിൽ അഭിലാഷ് സാർ നിർബന്ധിച്ചതുകൊണ്ടാണെന്നൊക്കെ സുധി പറയുന്നുണ്ട്. എന്താണെങ്കിലും കുടിക്കാൻ പാടില്ല, ഇപ്പോൾ 1-2 ദിവസമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് ഡെയിലി ഇല്ലാതെ പറ്റത്തില്ല, കുടിക്കാൻ നിൽക്കരുതെന്ന് നമ്മുടെ രവീന്ദ്രൻ പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്ര പറയും, ദേ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നിൽക്കുന്ന സച്ചി, നിങ്ങളൊക്കെ കോളേജിൽ പോയി ഡിഗ്രി മേടിച്ചപ്പോൾ അവൻ കുടിക്കണതിലാണ് ഡിഗ്രി മേടിച്ചതെന്നൊക്കെ പറഞ്ഞ് സച്ചിയെ പുച്ഛിക്കുവാണ്. രേവതിക്ക് ഇത് കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട്. രേവതി പറയും, അമ്മേ, സച്ചിയേട്ടൻ കുടിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ബാക്കിയുള്ളവരെ കുടിയന്മാരാക്കിയിട്ടില്ല സച്ചിയേട്ടൻ എന്ന് പറയുന്നുണ്ട് രേവതി.
3 പേരും കുടിച്ചല്ലോ. അപ്പോൾ സച്ചിയേട്ടനെ മാത്രം പറയേണ്ട കാര്യമില്ല എന്ന് രേവതി പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ എന്തിനാടി അവനെ മാത്രം പറയുന്നത്, അവൻ്റെ കൂടെ ചേർന്നിട്ടാ ഇവരും കുടിച്ചേന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, കേട്ടില്ല രേവതി, ഞാൻ കുടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ഇവരുടെ 3 റൗണ്ട് കഴിഞ്ഞിരുന്നു, എന്നിട്ട് ഇപ്പം പറയുന്നു ഞാനാണ് അവരെ കുടിപ്പിച്ചതെന്ന്. വർഷ സച്ചിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആൻറ്റി, ഒരാൾക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ കുടിക്കത്തൊന്നുമില്ല, നമുക്ക് കൺട്രോൾ ഉണ്ടായാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയും, വർഷേ നീ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സാരമില്ല, ഇങ്ങനെ പോയിൻ്റായിട്ട് ഇട്ട് കൊടുക്കല്ലേ എന്നൊക്കെ പറയുവാണ്. രവീന്ദ്രൻ തൻ്റെ ഉപദേശം തുടരുവാണ്. നമ്മൾ ഉയരങ്ങളിലോട്ട് പോകുമ്പോഴേക്കും നമ്മൾ എപ്പോഴാണ് താഴത്തോട്ട് വീഴുന്നതെന്ന് കാണാൻ വേണ്ടി ചുറ്റിനും ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടാവും. ഒരു പടിയാണ് ഇറങ്ങുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ മൊത്തത്തിൽ 4-5 പടി ഒരുമിച്ച് ഇറങ്ങുവാണെങ്കിൽ പിന്നെ നിനക്ക് ഉയർന്നു കയറി വരാൻ പണിയായിരിക്കും സുധി. ഇപ്പോൾ നിനക്കൊരു വലിയ മനുഷ്യൻ അദ്ദേഹമായിട്ടൊരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുക, അത് നീ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ പഠിക്കുക, അല്ലാതെ ഇങ്ങനെ കുടിച്ച് നിൻ്റെ ഇത് കളയല്ലേ എന്നൊക്കെ രവീന്ദ്രൻ ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ സുധിയും ശ്രീകാന്തും സോറിയൊക്കെ പറയുന്നുണ്ട്. ശ്രീകാന്തേ, നിൻ്റെ അടുത്ത് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, ഇപ്പോൾ നീയും ഇങ്ങനെ കുടിക്കുവാണല്ലോ എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് സോറി അച്ഛാ, ഇനി കുടിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മേലാ കുടിച്ചു പോകരുതെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അവർക്ക് വാണിംഗ് ഒക്കെ കൊടുത്ത് അകത്തോട്ട് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് രവീന്ദ്രൻ വാക്കിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എടാ സുധി, ഇതുപോലുള്ള ഫംഗ്ഷന് ഇനി സച്ചിയെ പോലുള്ളവരെ വിളിക്കാൻ നിൽക്കരുത്, അതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, ഇനി കുടിക്കരുത് മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ വിളിച്ച് അകത്തോട്ട് പോവാണേ. അപ്പോൾ സച്ചി രവീന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ ഞാനൊന്നും അല്ല അവരെ കുടിപ്പിച്ചെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, നീ എല്ലാവർക്കും പക്ഷെ നിനക്ക് ആ ശീലം ഉള്ളതുകൊണ്ട് നിൻ്റെ പേരിൽ അതൊക്കെ വരത്തുള്ളൂ, നീ വേണോ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രവീന്ദ്രൻ പോവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയും സുധിയാണ്. മുറിയിൽ സുധിയെ ചീത്ത പറയുവാണ്, കണ്ടില്ലേ സുധി, ആ സച്ചിയെ വെച്ച് താരതമ്യം ചെയ്യുന്ന പോലെയായി നിന്റെ കാര്യങ്ങൾ ഇപ്പോൾ എന്നൊക്കെ പറയുമ്പോഴേക്കും, ഞാനൊരു ബിസിനസ് മാനാ ശ്രുതി, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അയ്യോ ഇന്നലെ അഭിലാഷ് സാർ പോകുന്നത്, ഞാൻ യാത്ര ആക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സുധി പോകുമ്പോഴേക്കും ശ്രുതി, ഈ കോട്ടിട്ട് എങ്ങോട്ട് പോകുന്നു സുധി, ആ കോട്ട് ഇങ്ങോട്ട് ഉരുത്താന്ന് പറഞ്ഞിട്ട് സുധിയുടെ കോട്ട് ഊരി മേടിക്കുവാണ്. എന്നിട്ട് സുധി അപ്പോഴേക്കും കുളിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ശ്രുതി എന്തെന്ന് വെച്ചാൽ ഈ കോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് സച്ചിയുടെ ഫോൺ എടുക്കുവാണ്. അങ്ങനെ ശ്രുതിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നടന്നിരിക്കുന്നത്. ഫോൺ അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ വന്നിരിക്കുവാണ്. സച്ചിക്കാണെങ്കിലും ബോധമില്ലല്ലോ, ഫോൺ ഇനി എവിടെയാണെന്ന് വെച്ചാൽ തപ്പി നടന്നോളും, ഇവിടെ ശ്രുതിയുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കത്ത് പോലുമില്ല. ശ്രുതി ഈസി ആയിട്ട് ആ ഫോണിൽ നിന്നും വീഡിയോ ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.